നമസ്കാരം. ഞാൻ ഡോക്ടർ രജിത കെ അജീഷ്, ആയുർവേദ ഡോക്ടറാണ്. കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഉത്ഥാന പാദാസനം പരിചയപ്പെടാം. റേസ്ഡ് ലെഗ് പോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. കാലുകൾ ഫ്ലോറിൽ നിന്നും 90 ഡിഗ്രി ഉയർത്തിയുള്ള ഒരു പോസ്ചറാണ് ഉത്ഥാന പാദാസനത്തിൽ വരുന്നത്. കാലുകൾ ഉയർത്തിക്കൊണ്ടുള്ള പോസ് ആയതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിന് വളരെ ഫലപ്രദമായുള്ള ഒരു യോഗാസനമാണ് ഉത്ഥാന പാദാസനം. സ്വെള്ളനായിട്ടുള്ള വെയിൻസിനെ ചുരുക്കി ബാക്ക് ഫ്ലോ ടു ഹാർട്ട്, ബ്ലഡിൻ്റെ തിരിച്ച് ഹാർട്ടിലേക്കുള്ള ഫ്ലോനെ നന്നായി ത്വരിതപ്പെടുത്തുന്നു. അങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരുന്ന ഒരു ആസനമാണ് ഉത്ഥാന പാദാസനം. മാത്രമല്ല അബ്ഡോമിനൽ ഫാറ്റ്, ബെല്ലി ഫാറ്റിനെ വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്നു. മാത്രമല്ല നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നത് കാരണം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വളരെയധികം അതിൻ്റെ ഫങ്ഷൻസ് മെച്ചപ്പെടുന്നു. മാത്രമല്ല ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയ അസുഖങ്ങൾക്ക് വളരെ ഗുണപ്രദമായുള്ള ഒരു യോഗാസനമാണ് ഉത്ഥാന പാദാസനം. സയാറ്റിക്ക തുടങ്ങിയ നമ്മുടെ നട്ടെല്ലിനെ ആശ്രയിച്ചിട്ടുള്ള രോഗങ്ങളെ വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഉത്ഥാന പാദാസനം ഹെൽപ്പ് ചെയ്യുന്നു. കാലുകൾ ഉയർത്തി ബാലൻസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ശരീരത്തിനെ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിലനിർത്തുന്നതിനും ഈ ആസനം സഹായിക്കുന്നു. ഇത്രയധികം ഗുണങ്ങളുള്ള ഉത്ഥാന പാദാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം. അതിനായി മാറ്റിൽ മലർന്ന് കിടക്കാം. കൈകൾ ശരീരത്തോട് ചേർത്ത് നന്നായി പ്രസ് ചെയ്ത് വയ്ക്കാം. ആദ്യം ഏകപാദ ഉത്ഥാന പാദാസനം. റൈറ്റ് ലെഗ് ജസ്റ്റ് ഫ്ലോറിൽ നിന്നും 45 ഡിഗ്രി ഉയർത്താം. ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം 60 ഡിഗ്രി ഫ്രം ദ ഫ്ലോർ. ലെറ്റ്സ് ഹോൾഡ് ഫോർ ഫ്യൂ സെക്കൻഡ്സ്. അതിനുശേഷം 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട്. ഈ രീതിയിൽ കാലുകൾ സപ്പോർട്ടോടുകൂടി ചെയ്യാൻ കഴിയാത്തവർ ജസ്റ്റ് ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് നിർത്താം. വീണ്ടും ബാക്ക് ടു നോർമൽ 60 ഡിഗ്രിയിൽ ഫ്യൂ സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 45 ഡിഗ്രി and back to 0. Left leg ഏകപാദ ഉത്ഥാന പാദാസനം with left leg from the floor 45 ഡിഗ്രി. കാൽവിരലുകൾ നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് away from the body. Then 60 ഡിഗ്രി for few seconds. Then 90 ഡിഗ്രി. ഈ രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തവർ you can support using your both hands. Back to 60, 45 and 0. ദ്വിപാദ ഉത്ഥാന പാദാസനം. രണ്ട് കാലുകളും ഒരുമിച്ച് 45 നന്നായി സ്ട്രെച്ച് ചെയ്തുകൊണ്ട്. Then 60. Then 90 ഡിഗ്രി perpendicular to the ground. You can support using your both hands. Back to 60, 45 and 0. You can relax after Utthana Padasana. ഇപ്പോൾ കണ്ട രീതിയിൽ ഉത്ഥാന പാദാസനം, ഏകപാദ ഉത്ഥാന പാദാസനവും ദ്വിപാദ ഉത്ഥാന പാദാസനവും ഉണ്ട്. ഒരെണ്ണം, അതായത് ഏകപാദ ഉത്ഥാനാസനം പ്രാക്ടീസ് ചെയ്ത് 1-2 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ദ്വിപാദ ഉത്ഥാന പാദാസനം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ 1 മുതൽ 3 തവണ വരെ ഈ രീതിയിൽ ഉത്ഥാന പാദാസനം പ്രാക്ടീസ് ചെയ്യാം. പുതിയ ഒരു ആസനവുമായി അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുന്നത് വരെ നന്ദി, നമസ്കാരം.